എളവള്ളി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചിറ്റാട്ടുകരയിലെ ജനശക്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. റോഡിലെ വലിയ കുഴികളിൽ റീത്ത് വെച്ചായിരുന്നു പ്രതിഷേധം. ക്ഷീരസംഘം പ്രസിഡന്റ് സി.ഡി. ആന്റോ ഉദ്ഘാടനം നിർവഹിച്ചു. കെ.പി. വിവേകൻ അധ്യക്ഷത വഹിച്ചു. മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറഞ്ഞ് കാൽനടയാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ജനശക്തി സെന്ററിൽ നിന്നും പടിഞ്ഞാട്ടേക്കുള്ള റോഡാണ് വലിയ കുഴികൾ മൂലം സഞ്ചാരയോഗ്യമല്ലാതായിരിക്കുന്നത്. ചിറ്റാട്ടുകര അങ്ങാടി റോഡ് വൺവേ ആയതുകൊണ്ട് ജനശക്തി വഴിയാണ് ബസ്സടക്കമുള്ള വലിയ വാഹനങ്ങൾ പാവർട്ടിയിലേക്കും ഗുരുവായൂരിലേക്കും പോകുന്നത്. 3 വർഷമായി തകർന്നു കിടക്കുന്ന ജനശക്തി റോഡ് കോൺഗ്രസ് മെമ്പർമാരുടെ വാർഡിൽ ഉൾപ്പെടുന്നതായതുകൊണ്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈ റോഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതെന്ന് ജനകീയ സമിതി നേതാക്കൾ അഭിപ്രായപ്പെട്ടു. ഈ പ്രദേശത്തുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇവിടെ ഇതിനു വേണ്ടിയുള്ള പണം അനുവദിച്ചില്ല? ഇന്ന് ഈ സമരസമിതി രൂപവൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾ പുറപ്പെട്ടപ്പോൾ നിങ്ങൾക്കറിയാം, പെട്ടെന്ന് തന്നെ ഇവിടേക്ക് പണം അനുവദിക്കുന്ന ഒരു രീതി ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ ആവശ്യമായ പണം ഇതിനനുവദിച്ചിട്ടില്ല. നമ്മുടെ എല്ലാം കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് ഇവിടെയുള്ള ആളുകളുടെ എല്ലാം ബുദ്ധിയെ പരിഹസിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രസിഡന്റ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി എളവള്ളി പഞ്ചായത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ടുകൊണ്ട് ഒരു സമര പരമ്പരയ്ക്ക് രൂപം നൽകുവാൻ ഇവിടുത്തെ എല്ലാ ആളുകളെയും ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. വർഗീസ് മാനത്തിൽ, കോയ പോക്കാക്കില്ലത്ത്, ജിൻഡോ തേറാട്ടിൽ, സി.എ. പീറ്റർ, കെ.എഫ്. ലാൻസൺ തുടങ്ങിയവർ സംസാരിച്ചു.